Hello dear students, welcome to Math Root. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള റിയൽ അനാലിസിസ് 1ലെ എക്സസൈസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. എക്സസൈസ് 29. If 0 less than a less than b, determine limit a raised to n plus 1 plus b raised to n plus 1 divided by a raised to n plus b raised to n. നമ്മൾ 0-നേക്കാൾ വലുതാണ് എയും ബിയും എനേക്കാൾ വലുതാണ് ബി, അങ്ങനെയാണെങ്കിൽ ഈ ക്വാണ്ടിറ്റിയുടെ ലിമിറ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യാം. നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് ഫാക്ടർ ഔട്ട് ബി റൈസ് ടു എൻ. നമ്മൾ ബി റൈസ് ടു എൻ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് റിമൂവ് ചെയ്യാം. അപ്പൊ നോക്കൂ, ഈ ക്വാണ്ടിറ്റിയിൽ നിന്ന് നമ്മൾ ഇവിടെ ബി റൈസ് ടു എന്നിന്റെ ടേം ഇല്ല. അപ്പൊ ബി റൈസ് ടു എൻ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? ഒരു ബി റൈസ് ടു എൻ വരും. ഓക്കെ, ഇവിടെ ഉള്ള എ റൈസ് ടു എൻ പ്ലസ് വണ്ണിനെ എ ഇൻറ്റു എ റൈസ് ടു എൻ എഴുതാം. ഓക്കെ, ഇനി ഇവിടെ ബി റൈസ് ടു എന്നിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ അവിടെ ഒരു ബി ഉണ്ടായിരിക്കും. ഇതേപോലെ നമ്മൾ ഇവിടുന്ന് എ റൈസ് ടു എൻ നിന്ന് ബി റൈസ് ടു എന്നിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു ബി റൈസ് ടു എൻ ഇവിടെ ഡിനോമിനേറ്റർ ഉണ്ടാവും. ഇവിടുന്ന് ബി റൈസ് ടു എന്നിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ 1 ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ബി റൈസ് ടു എന്നിനെ പുറത്തേക്ക് എടുത്തു, എന്നിട്ട് ഇത് ക്യാൻസൽ ചെയ്യാം. അപ്പൊ നോക്കൂ, നമ്മൾ ഇതിന്റെ ലിമിറ്റ് കാണുന്നതിന് പകരം ഈ ക്വാണ്ടിറ്റിയുടെ ലിമിറ്റ് ഫൈൻഡ് ചെയ്താൽ മതി. സോ നമ്മൾ ഇവിടെ ബി റൈസ് ടു എന്നിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെ കിട്ടി. ഇനി നമുക്കറിയാം 0 ലെസ് ദാൻ ഇവിടെ ഉണ്ട്, നമുക്ക് തന്നിട്ടുണ്ട് എ ലെസ് ദാൻ ബി ആണല്ലോ. ഓക്കെ, നോക്കൂ, നമ്മൾ ഇതിനെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യാം? ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ബി വരും, ഇവിടെ ബി വരും, ഇവിടെ ബി വരും. ബി എന്നുള്ളത് നമുക്കറിയാം ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ബി കൊണ്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനീക്വാലിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവില്ല. നമുക്ക് 0 ബൈ ബി എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. എ ബൈ ബിനെ എ ബൈ ബി എന്ന് എഴുതാം, ബി ബൈ ബിനെ 1 എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 0 ലെസ് ദാൻ എ ബൈ ബി ലെസ് ദാൻ 1 കിട്ടി. അപ്പൊ എ ബൈ ബി 1-നേക്കാൾ ചെറുതാണെന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്യാം. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇത് നോക്കൂ, ഇത് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് 1-നേക്കാൾ ചെറിയൊരു ക്വാണ്ടിറ്റി ആണല്ലോ എ ബൈ ബി. ഈ എ ബൈ ബി എന്നുള്ളത് 1-നേക്കാൾ ചെറുതാണ്. അതിന്റെ nth പവറിന്റെ ലിമിറ്റ് എന്തായിരിക്കും? 0 ആയി പോകും. അപ്പൊ എ ബൈ ബി ഹോൾ റൈസ് ന്റെ ലിമിറ്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താണ്? എ ബൈ ബിന്റെ വാല്യൂ 1-നേക്കാൾ ചെറുതാണ്. 1-നേക്കാൾ ചെറുതായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയുടെ ലിമിറ്റ് 0 ആയിരിക്കും. അപ്പൊ ഇതിന്റെ ലിമിറ്റ് 0 ആകുമ്പോൾ 0 ഇൻറ്റു എ എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് 0 ആയി പോകും. അപ്പൊ ന്യൂമറേറ്ററിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ബി. അതുപോലെ ഇതിന്റെ ലിമിറ്റ് എന്തായി പോകും? 0 ആയി പോകും. ഡിനോമിനേറ്ററിൽ ആര് മാത്രമേ ഉള്ളൂ? 1. 1ന്റെ ലിമിറ്റ് 1 ആണ്. ഇവിടെ ബിന്റെ ലിമിറ്റ്, ബി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ബിന്റെ ലിമിറ്റ് ബി തന്നെ. അപ്പൊ ബി ബൈ 1 ഉണ്ടായിരിക്കും. ബി ബൈ 1 എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ആൻസർ കിട്ടുക? ഇതിന്റെ ലിമിറ്റ് 0 ആയി, ഇതിന്റെ ലിമിറ്റ് 0 ആയി. അപ്പൊ 0 പ്ലസ് ബി ബൈ 0 പ്ലസ് 1 എന്ന് പറയുമ്പോൾ ബി ബൈ 1 ഈക്വൽ ടു ബി എന്ന് കിട്ടും.